എസ്എൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രയുടെ പിതാവും പ്രമുഖ വ്യവസായിയുമായ നന്ദകിഷോർ ഗോയങ്കയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ആയിരങ്ങൾ. മൃതദേഹം ജന്മനാടായ ഹരിയാനയിലെ ഹിസാറിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. രാഷ്ട്രീയ, സാമുദായിക, ബിസിനസ് രംഗത്തെ പ്രമുഖർ നന്ദകിഷോർ ഗോയങ്കയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. ബിസിനസ് രംഗത്തെ മാർഗദർശിക്ക് നാട് വിടചൊല്ലിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിലാപയാത്ര കണ്ണീർ യാത്രയായി. 2.5 കിലോമീറ്റർ ദൂരം വിലാപയാത്രയായി മൃതദേഹവും വഹിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ വാഹനം മുന്നോട്ട് നീങ്ങി. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിന് മുന്നിലായി ശബ്ദ സംവിധാനങ്ങളിൽ അനുശോചനങ്ങൾ മുഴങ്ങി. വഴിയോരങ്ങളിലെ ജനക്കൂട്ടം തങ്ങളുടെ പ്രിയപ്പെട്ട ഗോയങ്കയെ യാത്രയാക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് ജന്മനാടായ ഹരിയാനയിലെ ഹിസാറിലുള്ള വസതിയിലെത്തിച്ചത്. ഹിസാറിലെ അഗ്രോഹ ഡാമിലെ ഗോയങ്ക ഉദ്യാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നാടിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. സെപ്റ്റംബർ 28 ജനിച്ച നന്ദകിഷോർ ഗോയങ്ക രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ വോളണ്ടിയർ ആയിരുന്നു. RSSനുള്ളിൽ നിരവധി സുപ്രധാന ചുമതലകൾ വഹിച്ച അദ്ദേഹം ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്ന് പിൽക്കാലത്ത് വിട്ടുനിന്നെങ്കിലും സാമൂഹ്യ സേവനത്തിലും ഗോസേവയ്ക്കും പ്രാധാന്യം നൽകി. അഗർവാൾ സമുദായത്തിന്റെ സ്ഥാപകനായ മഹാരാജ അഗ്രസേനന്റെ സാമ്രാജ്യമായിരുന്ന അഗ്രോഹ നഗരത്തിന്റെ വികസനത്തിന് നിർണായക പങ്കുവഹിച്ചു. 96 വയസ്സിലാണ് നന്ദകിഷോർ ഗോയങ്കയുടെ വിയോഗം. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.